മരണത്തിന്റെ നിമിഷത്തിൽ പോലും അവൻ എന്താ പറഞ്ഞെന്നറിയോ? ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ. അപ്പോ ചടങ്ങ് തുടങ്ങലച്ചാ. തൃശൂരിൽ ജയിച്ചു വരാൻ കഴിയുമെന്ന് സുരേഷ് ഗോപി കരുതൽ. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. തൃശൂർ അംഗ സുരേഷ് ഗോപി എടുത്തു. എക്സിറ്റ് പോൾ ഫലം ഫലിച്ചു. അതുപോലെ നാളെ ഏതാണ്ട് 8 മണി വരെ വിരിഞ്ഞോട്ടെ. 8 മണി കഴിഞ്ഞാൽ വാടും. ഉറപ്പായി കേരളത്തിലുണ്ടാവില്ല. ബാങ്കിൽ തുടങ്ങും. ശകലകലാവല്ലഭൻ നോക്കിക്കോളൂ. തൃശ്ശൂരിൽ BJPക്ക് കോഴിമുട്ട കിട്ടുമെന്നാണ് കെ മുരളീധരൻ 3ാം സ്ഥാനത്ത് ഇപ്പോൾ. വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. നീയാണോ? അതെ, ഞാനാണ്. എന്തോ വലിയ തോതിൽ തൃശ്ശൂരിനെ മാറ്റിമറിച്ച് കളിയുന്നുള്ളൊരു വ്യാമോഹത്തിലായിരുന്നു BJP. നിന്നെ വിലങ്ങ് വെച്ച് തുറങ്കിലടക്കാൻ ഭരചന്ദ്രൻ വന്നിരിക്കുന്നു. എന്തായാലും തൃശ്ശൂർ അദ്ദേഹം എടുത്തു. നല്ല കാര്യം. റിസൾട്ടിന്റെ കാര്യത്തിൽ യാതൊരു സംശയവും UDF-നും ഇല്ല, സ്ഥാനാർത്ഥിക്കും ഇല്ല. തീർച്ചയായിട്ടും നോക്കിയിരിക്കുക. അയ്യോ, കഴിഞ്ഞില്ല, ഇനി കൊറേണ്ട്. ചിരി മണ്ണ്. നമ്മൾ ജയിക്കും. അല്ലോട്ട് ശരി, നാളെ കഴിയുമ്പോ അതിന്റെ കൃത്യമായ മറുപടി ആവുമല്ലോ. എക്സിറ്റ് പോളിംഗ് കഴിഞ്ഞോട് കൂടിയിട്ടാണ് ഞാൻ കൂടുതൽ വിശ്വാസം ഉണ്ടായിട്ടുള്ളത്. ആദ്യം ഈ കേരളത്തിൽ ജയിക്കുന്ന പാർലമെന്റ് നിയോജക മണ്ഡലം വടകരയായിരിക്കുന്നു. ഷാഫി പറമ്പിൽ വടകരയുടെ മണ്ണിങ്ങെടുക്കുന്നു, വടകരയുടെ മനസ്സിങ്ങെടുക്കുന്നു, വടകരയുടെ ഹൃദയം. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ നേടാൻ പോകുന്നത്. ഭൂതകാലം ഇന്നിവന്റെ ഊഴം കൺതുറന്ന് കണ്ണിറച്ച് കാണുക മോണെ ജാട പച്ചയാ ചാട പുച്ഛമാണ് പോട ഒന്നിടഞ്ഞു നോക്കണ ജാട ചുറ്റുമെന്ന് സൂയ വലിയവർക്ക് പോലും ഇന്ന് ദുഃഖമാ ജാട നടപ്പ് ചാട ചിരിപ്പ് ചാട വരവ് രാജകീയമാ ജാട നല്ലവന്റെ ചാട നല്ല പോലെ നാട്ടിൽ നിന്ന് പാടുക.